മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പോഴും പുനരധിവാസം എന്തായി എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടെയുള്ള ആളുകളും അത് തന്നെയാണ് ചോദിക്കുന്നത്. അത്തരം ചർച്ചകളാണ് നിലവിൽ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. BJP നേതാവ് PK കൃഷ്ണദാസാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഒരു വർഷം തികയുന്നു. വലിയ ഒരു മഹാദുരന്തമാണ് ഉണ്ടായത്. അതൊരു വർഷം തികയാണ്. പക്ഷേ ഇപ്പോഴും പുനരധിവാസം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അത് എവിടെയും എത്തിയിട്ടില്ല. സർക്കാർ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ ആളുകൾ അതിൽ വലിയ തരത്തിലുള്ള തൃപ്തി രേഖപ്പെടുത്തുന്നുമില്ല. അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. ഈ അവസരത്തിൽ സർക്കാർ നൽകിയ ഒരു വാഗ്ദാനവും ഇതേവരെ അവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് പുനരധിവാസം. ആ പുനരധിവാസത്തെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെ അത് പ്രാഥമികമായിട്ടുള്ള അതിന് നടപടിക്രമം പോലും ആരംഭിക്കാൻ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകിയ പണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സമാനമനസ്കരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനസ്സുള്ളവർ നൽകിയിട്ടുള്ള ഉദാരമായ സംഭാവനകൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പണമെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ പുനരധിവാസം ആരംഭിക്കാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണ്. മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന അവിടെ ദുരന്തത്തിൽ ഉൾപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മുഴുവൻ തന്നെ അസംതൃപ്തരാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ല. പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ല. അത് കോടതിയോളം കയറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. പക്ഷേ അതിപ്പോഴും നിലനിൽക്കണം. ഒരു ഫണ്ട് നൽകിയിട്ടില്ല. അല്ലല്ല, കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കേന്ദ്രം നൽകിയ പണം അവർക്ക് ഉപയോഗിക്കാൻ എല്ലാവിധ അനുവാദവും കേന്ദ്ര സർക്കാരും കോടതിയും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, 2018-ലും 2019-ലും നടന്നിട്ടുള്ള പ്രളയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദാരമായി പണം കൊടുത്തിട്ടുണ്ട്. ആ പണം പോലും ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട എല്ലാ തുകയും കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യം ബഹുമാനപ്പെട്ട കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ കൊടുത്ത തുക ഈ പുനരധിവാസത്തിന് വിനിയോഗിക്കാമെന്ന് കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പുനരധിവാസം നടക്കാത്തത്? മാത്രമല്ല, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നത്, ഇതുവരെ ഈ ചൂരൽമലയിൽ നടന്നിട്ടുള്ള ഈ ദുരന്തത്തിൽ അവർക്ക് വേണ്ടി ചെലവഴിച്ച തുക, അതിൽ എത്ര ശതമാനമാണ് കേന്ദ്രത്തിൻ്റേത്, എത്ര ശതമാനമാണ് കേരളത്തിൻ്റേത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറാവുമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ ചെലവഴിച്ച തുകയിൽ 90% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ്, സംസ്ഥാന സർക്കാരിൻ്റേതല്ല. മറ്റൊരു പ്രധാന വിഷയമുള്ളത് നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിന് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. വേറൊരു പ്രധാന വിഷയം ഉണ്ടായിരുന്നത് അവിടുത്തെ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ലോണുകൾ എഴുതിത്തള്ളുക എന്നുള്ളതായിരുന്നു. അതിലും കേന്ദ്ര സർക്കാർ ഒരു നിലപാട് കൃത്യമായി സ്വീകരിച്ചിട്ടില്ല. കോടതിയിൽ തന്നെ ആ വിഷയമൊക്കെ നിൽക്കുകയാണ്. പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ വിഷയം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഒരു കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാർ, അതിലെ 14 ജില്ലകളിലെ ഒരു ജില്ല, ആ ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഒരു ഭാഗത്താണ് ഈ ദുരന്തം നടന്നത്. ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അവർ രാജിവെച്ചൊഴിയേണ്ടതാണ്. ഒരു സംസ്ഥാനത്തെ മൊത്തം നമ്മുടെ 2018-ലോ 2019-ലോ നടന്ന പോലെ ഒരു ദുരന്തമല്ല ഇത്. 14 ജില്ലയിലെ ഒരു ജില്ല, ആ ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിലാണ് ദുരന്തം നടന്നത്. ആ വാർഡുകളിൽ നടന്ന ദുരന്തത്തെ നേരിടാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ അതൊരു സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ മുഖ്യമന്ത്രിയൊക്കെ ഈ പദവിയിൽ ഇരിക്കുന്നത്? അത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണിത്, അവരുടെ ചുമതലയാണിത്, അത് നിർവഹിക്കണം അവർ. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഒരു പ്രധാന ആവശ്യം എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നില്ല. പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് ലഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരും BJPയും അത് സംസ്ഥാന സർക്കാരിന് മേൽ ചാർത്തി മാറി നിൽക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ കേന്ദ്രത്തിന് പഴിപറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആവശ്യം.